രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സോണിപത്ത് വരെയുള്ള ട്രെയിൻ സർവീസാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ടത്. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന്റെ പേര്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ഒരു ചരിത്രമാണല്ലോ, ചരിത്രം എഴുതുകയാണ്. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനാണ്. മാത്രമല്ല, നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ കൂടിയാണ്. ഈ സർവീസ് ഇനി കൂടുതലിടത്തേക്ക് വ്യാപിക്കപ്പെടുമോ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രതീഷ്, തീർച്ചയായും രാജ്യത്തിന് തന്നെ അഭിമാനമായ പദ്ധതി തന്നെയാണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ ശേഷിയുള്ളതാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ള ട്രെയിൻ എന്ന് തന്നെ വേണം പറയാൻ. 80 കോടി രൂപയാണ് ട്രെയിനിൻ്റെ നിർമ്മാണ ചെലവ്. അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 150 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സോണിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരം 9 സ്റ്റേഷനുകളാണ് ഈ ട്രെയിനിനായി ഇപ്പോൾ ഈ ഒരു പാതയിലുള്ളത്. മാത്രവുമല്ല 110 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ട്രെയിനിൻ്റെ നിർമ്മാണം. പക്ഷേ നിലവിലെ വേഗത 75 കിലോമീറ്റർ വരെ ആയിരിക്കും ഈ പാതയിൽ നിന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായി എഞ്ചിൻ അടക്കം പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. ഈ ട്രെയിൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുറന്തള്ളപ്പെടുന്ന മാലിന്യം എന്ന് പറയുന്നത്, മാലിന്യത്തിൻ്റെ തോത് എന്ന് പറയപ്പെടുന്നത് 0 അടുത്ത് തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഹൈഡ്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഈ ട്രെയിനിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പുറന്തള്ളപ്പെടുന്നത് നീരാവി മാത്രമായതിനാൽ തന്നെ അന്തരീക്ഷ മലിനീകരണ തോത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ലോകത്ത് തന്നെ ഫ്രാൻസും ഇറ്റലിയും ജപ്പാനും ചൈനയും ഇതേ രീതിയിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ പരമാവധി 2 കോച്ചുകളാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള നമോ ഗ്രീൻ റെയിലിൽ 10 കോച്ചുകളുണ്ട്. ഇതിൽ 2 പവർ കാറുകളാണ്. ഇത്തരത്തിൽ 10 കോച്ചുകളിലായി 2600 പേരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത്. ചെന്നൈയിലെ അഭിമാനകരമായ ഒരു ദിവസമാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്.